ഹലോ, എല്ലാ കൂട്ടുകാർക്കും HDSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ പറയാം. നമുക്കിനിയിപ്പം വളച്ച് കെട്ടലുകളൊന്നും വേണ്ട. നമ്മുടെ ഈ ടെക്സ്റ്റ് അനിമേറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോ നിർമ്മിക്കാൻ നമ്മളിപ്പോൾ കോളേജിലായാലും നമ്മളിപ്പോൾ ഏതെങ്കിലും വീഡിയോയ്ക്കായാലും നമ്മളിപ്പോൾ ഒരു ഇൻട്രോ നിർമ്മിക്കില്ല, അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം. നമ്മുടെ അനിമേറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണത്. ഞാൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഉള്ളിലേക്ക് നമുക്ക് കയറി അതെന്താണെന്ന് നോക്കാം. നേരെ നമുക്ക് ആപ്ലിക്കേഷനകത്ത് പോകാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലിയാണത്. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. നമ്മൾ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഹെഡിങ് അടിച്ചു കൊടുക്കാം. HDS അടിച്ചു കൊടുത്ത് ഇവിടെ ഒരു ടിക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് കൊടുക്കുക. നമ്മൾ ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ പേര് വെച്ച് അനിമേറ്റ് ചെയ്യാം. പിന്നെ ഇമേജ് വെച്ച് നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യില്ല. നമുക്ക് നേരെ അനിമേഷനിൽ പോവാം. നമ്മളിവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം കുറേ അനിമേഷൻ ഇങ്ങനെ വന്നിടക്കുകയാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ലൈൻസ് എടുത്തു, നമ്മുടെ HDS വന്നു. ഞാൻ അതിലൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. HDS വന്നു. ഇനി നമുക്കിത് ഇവിടെ നമ്മുടെ ഇതേപോലെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. കളർ അനുസരിച്ച് മാറ്റി കൊടുക്കാം. ഓരോ ഫ്രെയിംസായി നിങ്ങൾക്ക് വരും. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ അപ്പോഴും നമുക്കിതിൻ്റെ ഫോർമാറ്റ് സൈസ് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ സെലക്ട് ചെയ്യാം. അതിൻ്റെ സൈസ് 1080p വരെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് 512p മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. സ്ക്വയറാണ്. അപ്പോൾ ഓക്കെ കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു യൂട്യൂബർക്കും അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കോളേജിലായാലും ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ നിർമ്മിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ തൊട്ടതായുള്ള ലിങ്കിൽ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇതേപോലത്തെ വളരെ എളുപ്പത്തിലുള്ള ഐഡിയാസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.